ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ് അനിയനും അനിയത്തിയൊക്കെ ആയിട്ട് ഔട്ടിങ് പോകലാണ്. വെറുതെ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ 1-2 ദിവസങ്ങൾ കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് തിരിച്ച് വരാറായി. അപ്പോൾ ഒന്ന് എന്തായാലും കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ജാനൂട്ടിനെയൊക്കെ അതേ കാർ സീറ്റിൽ വെച്ച് റെഡിയാക്കുമായിരുന്നു ഏട്ടൻ. പിന്നെ നമ്മൾ നിഹക്കുട്ടിനെ എടുത്തിട്ടില്ല. അനിയത്തിയുടെ മോള് അവൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ 2 കുട്ടികളെയും കൂടിയിട്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ബേബീസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് സിറ്റിയിലോട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ജോസ്കോയിലൊന്ന് കയറി, വെറുതെ കയറിയതാണ്. ജാനൂട്ടിക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞ് സാധനം എടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്കും പിന്നെ ഫുഡ് കഴിക്കേണ്ട ടൈമായി. അപ്പം അതിൻ്റെ ടൈം കഴിഞ്ഞു. എന്നാലും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റാണ് അപ്പ് ടൗൺ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവനാണ് കൂട്ടിയിട്ട് പോകുന്നത്. ഇവിടെ സെലിബ്രിറ്റീസൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമ്മൾക്കും പോയിട്ടൊന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, നമ്മൾ ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരുമെന്നാണ് അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ പോകുന്ന സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേഗം വെയിറ്റൊന്നും ചെയ്യിക്കാതെ തന്നെ ഭക്ഷണം കിട്ടി. പിന്നെ ജാനൂട്ടി ഇതേ ഇപ്പം ഉറങ്ങി. അപ്പോൾ പിന്നെ ജാനൂട്ടി ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ വേഗം ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ടാർഗറ്റും കൂടിയിട്ടുണ്ട്. ജാനൂട്ടിനെ പിന്നെ എല്ലാവരും ഇങ്ങനെ അതേ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ, കൈ വേദന എടുക്കും. അപ്പം നമ്മളിവിടെ സോഫയിൽ കിടത്തിയിട്ടാണ് പിന്നെ ബാക്കി ഭക്ഷണമൊക്കെ കഴിക്കുന്നത്, ഓർഡർ ചെയ്യുന്നതൊക്കെ. ആദ്യം തന്നെ സൂപ്പ് ഓർഡർ ചെയ്തു. ആട്ടുകാൽ സൂപ്പാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് 4 പേർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ സൂപ്പിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ മെയിൻ കോഴ്സ് വരാൻ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പിൻ്റെ ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വിക്കിയും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറുതായിട്ടൊന്ന് ജാനൂട്ടി ഒന്ന് ഇളക്കിയപ്പോഴത്തേക്കും ജിനി തട്ടി കൊടുക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. വിക്കി എന്താ കഴിക്കുന്നത്? അപ്പോൾ അടുത്തത് ഓർഡർ ചെയ്തിരിക്കുന്നത് സീസർ സാലഡാണ്. അനിയൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓർഡർ ചെയ്തു. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇതിനകത്ത് ചിക്കൻ ആഡ് ചെയ്തതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ സാലഡ് പരിപാടികളോട്. എങ്ങനെയുണ്ട് വിക്കിക്കുട്ട സാലഡ്? പിന്നെ ചിക്കൻ ടിക്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗ്രില്ല് ചെയ്ത ആ രീതിയിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ ഇത് പനീർ, ഡ്രാഗൺ പനീറാണ്. അത് എനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ നമ്മൾ ഇതിനു മുൻപ് എന്തോ ഡ്രാഗൺ കോളിഫ്ലവർ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവിടെ കഴിച്ചൊരു ഓർമ്മ ഉണ്ടായിരുന്നു നമ്മൾ US-ൽ. അപ്പം അതുപോലെ ഇത് കണ്ടപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. അത് നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് റാവുത്തർ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. അത് പാലക്കാടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഫേമസ് ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ നൂൽ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ നാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കുള്ള വെജിറ്റബിൾ ബിരിയാണി വന്നിട്ടുണ്ട്. നാൻ്റെയും പൊറോട്ടൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ബട്ടർ ചിക്കൻ മസാല, ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ, ആ സംഭവം കൂടിയിട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുന്നത് വെജിറ്റബിൾ പുലാവിൻ്റെ ഒരു ലുക്കായിരുന്നു. ആ ഒരു സ്റ്റൈലിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് റിസോർട്ടിൽ പോയപ്പോൾ കിട്ടിയ ആ ഒരു ടൈപ്പിലുള്ള വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. പിന്നെ മട്ടൻ ചുക്കയും കൂടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ജിനിക്കും ഏട്ടനും കൂടിയിട്ടുള്ളതാണ്. അനിയൻ കഴിക്കില്ല. അപ്പം അവരൊന്ന് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏട്ടനും മട്ടനൊക്കെ നല്ല ഇഷ്ടമാണ്, ജിനിക്കും ഇഷ്ടമാണ്.
അപ്പം അതും കഴിച്ചു. പക്ഷേ ഇവർ ഉദ്ദേശിച്ച മട്ടൻ ചുക്ക ആയിരുന്നില്ല അത്. ഇതൊരു ചൈനീസ് ടച്ചുള്ളൊരു മട്ടൻ ചുക്കയായിരുന്നെന്ന് തോന്നുന്നു. സ്വീറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെന്നൈ സ്റ്റൈലിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടൻ ഓർഡർ ചെയ്തത്. പിന്നെ അതെല്ലാം കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുടിച്ച് പിന്നെ വീട്ടിലോട്ടുള്ള ഭക്ഷണമൊക്കെ പാക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ലുലുവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് തിരിച്ചു പോണ വഴിക്ക് തന്നെയാണ് ലുലു. അതുകൊണ്ട് തന്നെ ലുലുവിൽ കയറിയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈം കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടാണെന്ന് തോന്നുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അതാ എത്തിട്ടോ സർവീസ് റോഡായിരുന്നു. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് വലിയ ഒരു ലുലു മോളല്ല നമ്മുടെ എറണാകുളത്തൊക്കെ ഉള്ളതുപോലത്തെ. ഇവിടുത്തെ അതിൻ്റെ ഒരു മിനി വേർഷനാണ്. പക്ഷെ എന്നാലും നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളും അല്ലെങ്കിൽ ഇല്ലാത്തതും കൂടിയിട്ട് എല്ലാം ഉണ്ട്. വിക്കി പിന്നെ അമ്മായിൻ്റെയും മാമൻ്റെയും കൂടിയിട്ടാണ് ഫുൾ ടൈം നടന്നുകൊണ്ടിരിക്കുന്നത്. ജാനൂട്ടി മോളിലെ കാഴ്ചകളൊക്കെ കണ്ട് ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ കാഫറ്റീരിയ സെക്ഷനൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് ചായയും പാലട പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഉണ്ടോ? ഫാഷൻ സ്റ്റോർ. ഏതാ? അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ നമ്മൾ വിക്കിക്കും ജാനൂട്ടിക്കും നെഹിക്കുട്ടിക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസ് തന്നെയായിരുന്നു. കുഞ്ഞു കുട്ടികൾക്ക്, അതായത് ബേബീസിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എടുത്തില്ല, ജാനൂട്ടിക്കൊക്കെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ സൈസ് ചേഞ്ച് ആവുകയാണ്. അതുകൊണ്ട് തന്നെ അധികം ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ജാനൂട്ടിക്കുള്ള ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഗിഫ്റ്റ് തന്ന ഡ്രസ്സുകളാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഈ ഒരു സെക്ഷനിൽ വന്ന് ഞങ്ങൾ 2 കമ്മൽ വാങ്ങിച്ചു. ഞങ്ങൾ 2 പേർക്കും ഒരേപോലത്തെ തന്നെ. അതല്ലാതെ പിന്നെ റേറ്റൊക്കെ കൂടുതൽ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എല്ലാത്തിൻ്റെയും. അപ്പം മോളായതുകൊണ്ടായിരിക്കും. മോളിൽ പൊതുവേ റേറ്റ്സൊക്കെ കൂടുതലായിരിക്കുമല്ലോ. പക്ഷേ കളക്ഷൻസൊക്കെ പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ടായിരിക്കും എല്ലാം നല്ല രസം. വെറുതെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു എല്ലാവരും. പിന്നെ ഹൈപ്പർ മോളിലും ഒക്കെ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഔട്ടിംഗ് വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ.